Welcome to Triple Profit Analytics Weekly Stock Market View Data 27th January. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 29th January മുതൽ 2nd February വരെയുള്ള വീക്കാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു പ്രധാന ഇവൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ യൂണിയൻ ബഡ്ജറ്റുള്ള വീക്കാണ്. അതിൽ നമുക്ക് ബഡ്ജറ്റിനോടനുബന്ധിച്ച് നമുക്ക് ബഡ്ജറ്റിന് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ഡിക്ലറേഷൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഹൗസിംഗ് സെക്ടറിനോട് ഫേവറബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡിക്ലറേഷൻസ് എന്തായാലും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഹൗസിംഗ് കമ്പനികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുകളിലേക്ക് പോകുന്നത് കണ്ടു. ഗണേഷ് ഹൗസിംഗ് ഒക്കെ ഒരു ദിവസം നിയർലി 20% ഒക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഡിഫറെൻറ്റ് സെക്ടറിലേക്കുള്ള അലൊക്കേഷൻസും അതുപോലെ 40 to 50 വന്ദേ ഭാരത് ട്രെയിൻസിൻ്റെയൊക്കെ ഡിക്ലറേഷനൊക്കെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സെക്ടറിലും RVNL പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഇനിയും അടുത്ത വീക്കിലും പെർഫോം ചെയ്യുമെന്ന് തന്നെ കരുതാം. പക്ഷേ ബഡ്ജറ്റിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പല സ്റ്റോക്കുകളിലും നമ്മൾ പ്രതീക്ഷിക്കണം. അതുപോലെ നമുക്ക് ഈ നമ്മുടെ ഇലക്ഷൻസ് നമുക്ക് ഈ ബഡ്ജറ്റിന് തൊട്ട് പുറകിൽ നമുക്കൊരു ഈ ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കാം. ഒരു പക്ഷേ വിതിൻ 2 weeks തന്നെ നമുക്ക് ഇലക്ഷനെ കുറിച്ചുള്ള ഡിക്ലറേഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് നമുക്ക് 2 പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്ന്, ബഡ്ജറ്റിന് മുന്നോടിയായിട്ടൊരു ഇലക്ഷന് മുന്നോടിയായിട്ടുള്ളൊരു വലിയ റാലി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കൃത്യമായിട്ടുള്ളൊരു ഇലക്ഷൻ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു റാലി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ. ഇത് രണ്ടുമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് മാർക്കറ്റിൽ ഇലക്ഷനോടനുബന്ധിച്ച്. അപ്പോൾ ബജറ്റിലെ അടുത്ത വീക്കിലുള്ള ഡിക്ലറേഷൻസ് നമുക്ക് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ TVS മോട്ടോഴ്സ് എന്ന കമ്പനി വളരെ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടായല്ലോ. 68% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 593 crores പ്രോഫിറ്റാണ് TVS മോട്ടോഴ്സ് ഡിക്ലെയർ ചെയ്തത്. ഇതിന് കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ 353 crores മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും TVS മോട്ടോർ വളരെ നല്ല ഗ്രോത്തിൻ്റെ പാതയിലാണ് പോകുന്നത്. നമുക്ക് കാണാം കമ്പനിയുടെ 25% ഗ്രോത്താണ് ഓവറോൾ വെഹിക്കിൾ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റവന്യൂ 26% ഉയർന്ന് 8,245 crores ഈ ഡിസംബർ ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. അതുപോലെ ബജാജ് ഓട്ടോ അവിടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന 2,032 crores വന്നിട്ടുണ്ട്. അത് 32% ഇൻക്രീസാണ് നെറ്റ് പ്രോഫിറ്റിൽ ബജാജ് ഓട്ടോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ചെയ്ത് 30.55% ഇൻക്രീസ് ചെയ്ത് 12,165 crores റവന്യൂ ആണ് ബജാജ് ഓട്ടോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി 2,502 crores ലോസിൽ നിന്നും കഴിഞ്ഞ ഇതേ ക്വാർട്ടറിലുണ്ടായ ലോസിൽ നിന്നും മാറി ഈ ക്വാർട്ടറിൽ ഡിസംബർ ക്വാർട്ടറിൽ 522 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഒരു ടേൺ അറൗണ്ടിൻ്റെ പാതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മെയിൻലി കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളത് ലോവർ കോസ്റ്റുകൾ കാരണമാണ്. അപ്പോൾ ടാറ്റ സ്റ്റീൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു റെയിൽടെൽ എന്നുള്ള കമ്പനിയല്ലേ. റെയിൽടെൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്രൈഡേയിൽ 392 ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. വീണ്ടും 456 ലെവലിലേക്ക് ഒരു വലിയ റാലി കഴിഞ്ഞ വീക്കിൽ നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ റെയിൽടെൽ ആക്ച്വലി ഈ വർഷം 250%-ഓളാണ് ഉയർന്നിട്ടുള്ളത്. റെയിൽടെലിൻ്റെ ഈ അപ്വേർഡ് ജേണി വരും ദിവസങ്ങളിൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. എന്തായാലും ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് റെയിൽടെൽ. അങ്ങനെയുള്ള ഒരു കമ്പനി മോർ ദാൻ 250% പ്രോഫിറ്റ് ഒരു വർഷം നൽകുന്നത് എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കുറേയധികം ഇൻവെസ്റ്റേഴ്സ് IPO-യോടുകൂടി വാങ്ങിയതിന് ശേഷം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് റെയിൽടെൽ. നമുക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് 500 ലെവലിലേക്കെങ്കിലും മൂവ് ചെയ്യുന്നത് വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ പബ്ലിക് സെക്ടർ കമ്പനീസ് വലിയ റിട്ടേൺ നൽകിയൊരു വർഷമാണ് അല്ലേ. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ പല പോളിസികളുടെ സക്സസിനെ തുടർന്ന് ഡിഫൻസ് സെക്ടറിലൊക്കെ ഉള്ള കമ്പനികളും ഒക്കെ വളരെ നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വർഷമാണ് കടന്നു പോയത്. നമുക്കതിൽ ആ ഒരു സ്റ്റോറി നമുക്കൊന്ന് ചാർട്ടുകളെടുത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്നത് FACTയുടെ ചാർട്ടാണ്. ഈ സ്റ്റോക്ക്
കഴിഞ്ഞ നവംബറിൽ 135 ലെവലിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലിയോടുകൂടി FACT 860 ലെവലിലേക്ക് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പീരിയഡിലുള്ള FACTയുടെ ഒരു മൂവ്മെൻറ്റ് 537% ആണ്. അപ്പോൾ ഒരു ഹ്യൂജ് റിട്ടേൺ ആണ് FACT എന്നുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്നുള്ള ഈ കമ്പനി 1200 ലെവലിലാണ് ജനുവരി 23 ട്രേഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 3000 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 150% ആണ് 1 ഇയറിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് 250 ലെവലിലായിരുന്നു ജനുവരി 23 ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 872 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ 249% ഒരു മൂവ്മെൻ്റ് ആണ് ഒരു 1 ഇയർ പീരീഡിൽ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് 750 ലെവലിലായിരുന്നു ജനുവരി 23 ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് 2380 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ 217% ആണ് 1 ഇയറിൽ ഈ മസഗോൺ മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് NBCC എന്നുള്ള സ്റ്റോക്ക് 35 ജനുവരി 23 പീരിയഡിൽ ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 118 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം 237% മൂവ്മെൻ്റ് ആണ് 1 ഇയറിൽ NBCC മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക് നോക്കൂ, 80 ലെവലിലായിരുന്നു ജനുവരി 23 പീരിയഡിൽ ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 235 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 193% ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞൊരു 1 ഇയറിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബെൽ എന്നുള്ള സ്റ്റോക്ക് 75 ലെവലിലായിരുന്നു ജനുവരി 23 പീരിയഡിൽ ട്രേഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 216 ലെവലിലേക്ക് ഒരു റാലി നടത്തിയിട്ടുണ്ട്. നമുക്ക് ബെല്ലിൽ നമുക്കൊരു 188% ഒരു റാലിയാണ് 1 ഇയറിൽ നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനീസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ വലിയ ഹ്യൂജ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു കറണ്ട് ഇയറിലും ഇലക്ഷന് ശേഷം ഈ കമ്പനീസ് വീണ്ടും ഇതുപോലെയുള്ള റിട്ടേണിൻ്റെ ഒരു പാതയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ ട്യൂസ്ഡേയിൽ സി ലിമിറ്റഡ് എന്നുള്ള കമ്പനി സോണി അവരായിട്ടുള്ള എഗ്രിമെൻറ്റ്, മെർജറിനുള്ള എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്തതിനെ തുടർന്ന് സി ലിമിറ്റഡ് മോർ ദാൻ 30% ഒക്കെ ക്രാഷ് ചെയ്യുകയുണ്ടായ ഒരു ദിവസം. നമുക്ക് ഇപ്പോൾ കാണാം ഈ ചാർട്ടിൽ സി ലിമിറ്റഡ് 160 ലെവലിലേക്ക് ക്രാഷ് ചെയ്തിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേയധികം ക്ലയൻസ് ഈ സ്റ്റോക്ക് ഇത്രയധികം ക്രാഷ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി ബൈ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സി ലിമിറ്റഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെയാണ് ഈ കമ്പനി ഇനി കടന്നു പോകാൻ പോകുന്നത്. കാരണം പ്രൊമോട്ടേഴ്സിന് 4% മാത്രമാണ് ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ഈ സി ലിമിറ്റഡിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മറ്റൊരു മെർജർ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി നമ്മളിത് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ആ പീരീഡിൽ നമുക്കതിൽ ഏതെങ്കിലും ചെറിയൊരു പ്രോഫിറ്റ് നേടാനായിട്ട് ശ്രമിച്ച് നമ്മൾ അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 1-2 ക്ലയൻസ് അയച്ച ഒരു ഫീഡ്ബാക്കുകളുടെ നമുക്കൊന്ന് കടന്നു പോകാം. ഗുഡ് മോർണിംഗ് സാർ. Thank you so much for your AAA team, and I became more confident in building my stock market portfolio to around 32 lakhs in 1 year as I started with 1 lakh rupees. അദ്ദേഹം 1 lakh rupeesൽ സ്റ്റാർട്ട് ചെയ്ത പോർട്ട്ഫോളിയോ ഇപ്പോൾ 32 lakhs പോർട്ട്ഫോളിയോ ആയിട്ടുണ്ട്. ഐ എം ഹോൾഡിംഗ് ഫ്യൂ ഷെയർസ് ഓഫ് ദ ബിലോ മെൻഷൻ സ്റ്റോക്ക് IRFC, RVNL, IRCTC, HUDCO, Cochin Shipyard, REC and IREDA, and all of them are going steadily high in the last few days. Can you suggest whether I should book profit or add these shares? Not very sure to what range these all shares may go. Thank you so much for support and AAA team. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള പല സ്റ്റോക്കുകളാണ് അദ്ദേഹം പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നത്. എന്തായാലും പലരും 1 lakhൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയതിന് ശേഷം ഇവിടെ കൃത്യമായിട്ടുള്ളൊരു സയൻറ്റിഫിക് മെത്തേഡുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പോർട്ട്ഫോളിയോയിൽ അഡീഷണൽ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹം 1 lakhൽ തുടങ്ങിയപ്പോൾ 32 lakhs പോർട്ട്ഫോളിയോ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത TNPL എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 1,18,641 rupeesൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം 247 rupeesനാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 480 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിരുന്നത്.
അതിനുശേഷം 315 ഈ സ്റ്റോക്ക് ഫുള്ള് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു 32,558 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ലഭിച്ചത്. ഓൾമോസ്റ്റ് ഒരു 27% പ്രോഫിറ്റ് അദ്ദേഹത്തിന് TNPL ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഐ ഹാവ് ബീൻ ഇൻ ദ മാർക്കറ്റ് ഫോർ ദ ലാസ്റ്റ് 15 years ബട്ട് ഐ നെവർ എൻജോയ്ഡ് ദ റിയൽ പൊട്ടൻഷ്യൽ ഓഫ് ദ മാർക്കറ്റ്. I have been buying and selling only A group stocks as I was not aware of the growth story of other stocks. Since the subscription of AAA, I have the confidence and courage to buy, hold and exit on time and be part of this success. With the AAA only, I came to know many unknown potential stocks. Nowadays, I am so happy and have great peace of mind. I have subscribed to Swing VIP2, Diamond Picks 16, 17, 18 and 19 and Golden Picks 1, 2 and 3. Now I am just following the recommendations of AAA and have the patience to wait and understand the value and benefits of patience, as AAA is holding my hands tight for success in the stock market. No fear and worries about the ups and downs in the market. Thank you so much team AAA and best wishes. എന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് കൂടെ ഞങ്ങളുടെ ഒരു ലേഡി ക്ലയൻ്റാണ്. അത് നമ്മൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് തുടങ്ങിയ സമയം മുതൽ നമ്മളെപ്പോഴും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് പല ലേഡീസിനെയും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ എപ്പോഴും മാർക്കറ്റിൽ ഓരോ കറക്ഷൻസ് ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോസിലൂടെയൊക്കെ അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷമാണ് മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ആ ഫീലിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാർക്കറ്റിൽ നിന്ന് വലിയ പ്രോഫിറ്റ് നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഇങ്ങനെയുള്ള ക്ലയൻസും. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഡയമണ്ട് പിക്ക് 20 എന്നുള്ള സ്റ്റോക്കിൻ്റെ ഞങ്ങൾ റെക്കമെൻഡേഷൻ റിലീസ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ഈ വീക്കിൽ ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 5 ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ആഴ്ചയാണ് അടുത്ത വീഴ്ചയിൽ. കഴിഞ്ഞ വീക്കിലും പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് മൺഡേ കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡയമണ്ട് പിക്ക് 20യും ഗോൾഡൻ പിക്ക് 5ഉം ഒരു കോംബോ പാക്കായിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഈ മാസത്തിലായിട്ട് കുറേയധികം ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറിയും വെൽത്ത് ബിൽഡർ പ്രാക്ടിക്കൽ റെക്കമെൻഡേഷൻസിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അതിൽ എക്സാമ്പിൾസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ മുഞ്ചാൽ ഷോ എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ സ്റ്റോക്കിൽ ഞങ്ങൾ 155 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 200ലാണ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 29% പ്രോഫിറ്റ് ഞങ്ങൾക്ക് മുഞ്ചാൽ ഷോയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു GICRE. ഈ സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 330 ലെവലിലാണ്. ഈ സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 370 ലെവലിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ TNPL ഞങ്ങൾ 270ക്ക് എൻ്റർ ചെയ്ത് 315 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 16% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് TNPL ലഭിച്ചത്. അതുപോലെ ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 435ലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 540ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 24% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഞങ്ങൾക്കൊരു MRPL എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ 115 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 150 ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് MRPL സാധിച്ചു. അതുപോലെ വോൾട്ടാസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 810ലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 1055 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വോൾട്ടാസിലും സാധിക്കുകയുണ്ടായി. അതുപോലെ മാൻ ഇൻഫ്ര എന്നുള്ള സ്റ്റോക്ക് ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കായിരുന്നു. ഞങ്ങൾ 158ൽ എൻ്റർ ചെയ്ത് 225ൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 42% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റു സ്റ്റോക്കായിരുന്നു ധനുകയിൽ ഞങ്ങൾ 740 ലെവലിൽ എൻ്റർ ചെയ്ത് 1200ലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 62% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ധനുകയിൽ സാധിക്കുകയുണ്ടായി. നമുക്കിനി കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ റൈറ്റ്സ് 31.61% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. NBCC 31.54% ഉയർന്നും. ബോറോസിൽ റിന്യൂവബിൾസ് 27% ഉയർന്നും. അതുപോലെ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾസ് 26% ഉയർന്നും. HFCL 25% ഉയർന്നും. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് 23.95% ഉയർന്നും. NMDC സ്റ്റീൽ 22.29% ഉയർന്നും. ഇർക്കോൺ ഇന്റർനാഷണൽ 21% ഉയർന്നും. IDBI ബാങ്ക് 20% ഉയർന്നും. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ 18% ഉയർന്നും. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 18% ഉയർന്നും.
റെയിൻ ഇൻഡസ്ട്രീസ് 17% ഉയർന്നും, NHPC 17% ഉയർന്നും, SJVN 15% ഉയർന്നും, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് 15% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്വേർഡ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,429.7 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,621.2 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് 3 ഡേയ്സിൻ്റെ വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കാണാം. കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 20th ജാനുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 21,517 23rd ജനുവരിയിൽ 333 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനുശേഷം 24th ജാനുവരി 215 പോയിൻറ്റ്സ് ഉയർന്നും 25th ജാനുവരിയിൽ 101 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ 165 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം, ജനുവരി മന്ത് 378 ലോസോടുകൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമുക്ക് DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 200 DMA വരുന്നത് 19,573 100 DMA വരുന്നത് 20,311 50 DMA വരുന്നത് 21,048 20 DMA വരുന്നത് 21,632 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. പിവറ്റ് പോയിന്റ് വരുന്നത് 21,413 അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കും 22,063 22,302 22,856 23,911 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 21,413 താഴെ സപ്പോർട്ടുകളായിരിക്കും 21,238 20,676 19,621 19,058 എന്നീ ലെവൽസിലായിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 22,856 ലോവർ റേഞ്ച് 20,676 ആണ്. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 21,413 ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോളോ ടയേഴ്സ് ആണ്. ഈ സ്റ്റോക്ക് 518 ലെവലിന് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 570 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് അപ്പോളോ ടയേഴ്സ് ആണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് സംസാരിക്കുന്നത് റെയിൽടെൽ ആണ്. ഈ സ്റ്റോക്ക് 540 മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായ 485 ആണ് റെസിസ്റ്റൻസ് ആയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് റെയിൽടെൽ ആണ്. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ IDBI ബാങ്ക്, ഹഡ്കോ, JK ടയർ, NBCC അതുപോലെ GIC ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലായതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.